മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് ആണ്. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം പൃഥ്വിരാജിന് ഇഡിയുടെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തിനാണ് നോട്ടീസ് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡും ജനഗണമനയും കടുവ എന്ന് പറയുന്ന ഈ 3 ചിത്രങ്ങളിൽ ഈ പൃഥ്വിരാജ് കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിരുന്നു. കോ പ്രൊഡ്യൂസർ ആയിരുന്ന സമയത്ത് ഏകദേശം 40 കോടി രൂപ അടുപ്പിച്ചങ്ങാണ്ട് പൃഥ്വിരാജ് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു പടത്തിൽ അഭിനയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷന്റെ പകുതി നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം. അത് അത്യാവശ്യം നല്ല കൂടുതലാണ്. നേരെ മറിച്ച് നമ്മളൊരു കോ പ്രൊഡ്യൂസർ ആയിരിക്കുന്ന സമയത്ത് ഏകദേശം 40 കോടി അടുപ്പിച്ച് അങ്ങണ്ടാണ് പൃഥ്വിരാജിന് കിട്ടിയിട്ടുള്ളത്. അപ്പം പൃഥ്വിരാജിന് ഇതിന് വലുതായിട്ട് ടാക്സ് അടക്കേണ്ടി വരത്തില്ല, ബിക്കോസ് കോ പ്രൊഡ്യൂസർ ആയതിന്റെ പേരിൽ. ഇപ്പം നിലവിൽ ഇഡിയുടെ ഭാഗത്ത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണമെന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്തായാലും ഗോകുലം ഗോപാലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.5 കോടി രൂപ അടുപ്പിച്ച് ഇപ്പം പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇതെല്ലാം എന്തിന്റെ പുറകെ ആയിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ ഗോകുലം ഗോപാലൻ, ഇന്ന് പൃഥ്വിരാജ്, ഇനി നാളെ ആന്റണി പെരുമ്പാവൂർ ആണോ അത് ഇനി മുരളി ഗോപി ആണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിലും വലിയ കോമഡി. ഞങ്ങൾ ഈ ചെയ്യുന്നതൊന്നും എമ്പുരാന്റെ ആ ഒരു വിഷയത്തിലൊന്നും അല്ല, ഇത് സ്വാഭാവികമായിട്ടും പോലെയുള്ള ഒരു നടപടിയാണ്, അല്ല വേറെ ഒന്നും അല്ല എന്നൊക്കെയാണ് ഇഡിയുടെ ഭാഗത്തെ എക്സ്പ്ലനേഷൻ. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടുനോക്കാം. മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ് ആണ്. പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്ന കണ്ടെത്തൽ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ആദായ വകുപ്പ് പറയുന്നത്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, സ്വാഭാവികമായിട്ടും എമ്പുരാന് ശേഷമുണ്ടായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്നുള്ള സംശയമുണ്ടാകാം. അത്തരമൊരു നീക്കത്തിന്റെ കൂടി ഭാഗമാണോ, അതോ ഇത് പഴയ കേസാണോ? എന്തെല്ലാമാണ് പൃഥ്വിരാജിന് ആദായ നികുതി നോട്ടീസ് നൽകുമ്പോഴുള്ള വിശദീകരണങ്ങൾ? ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എമ്പുരാന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെല്ലാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമ്പുരാൻ മൂവി ഇറങ്ങുന്ന സമയത്ത് തന്നെ പല FB പോസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കണം. മെയിനായിട്ട് പൃഥ്വിരാജിന്റെ കാര്യങ്ങളാണ് എഴുതി വെക്കുന്നത്. പൃഥ്വിരാജിന്റെ സാമ്പത്തികം അന്വേഷിക്കണം, പൃഥ്വിരാജിന് എവിടെ നിന്നാണ് ഇത്രയും വരുമാനം, എങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള FB പോസ്റ്റുകളായിരുന്നു. അത് മാത്രമല്ല, ഈ മൂവിക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ BJPയിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു മൂവി എതിർത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മൂവി കണ്ടപ്പോഴത്തേക്ക് നമുക്കൊന്നും വലിയ രീതിയിൽ ഇവരെ കൊള്ളിച്ചിട്ടൊന്നും എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഈ ഒരു പാർട്ടിയാണ് ജീവിതം, ഇതൊരു സിനിമയല്ല, ഇതൊരു ജീവിതമാണ് കാണിക്കുന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് മേ ബി നല്ലോണം കൊള്ളുമായിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു മൂവിയിലെ പകുതി പോർഷൻസ് എല്ലാം ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു വൈരാഗ്യം തീരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയോ പാർട്ടിക്കാരൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അല്ലേ? കാര്യം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം അല്ല, വേറെ ഒന്നും അല്ല. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണി അവർക്ക് കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വരുന്ന ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നതാണ്. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിശദീകരണം നൽകേണ്ടത് എന്ന കാര്യം ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു. അതായത് 3 സിനിമകൾ, ഗോൾഡ്, അതോടൊപ്പം തന്നെ ജനഗണമന, കൂടാതെ കടുവ, ഈ 3 സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നു. പക്ഷേ അഭിനേതാവെന്ന നിലയിൽ പണം വാങ്ങിയിരുന്നില്ല, മറിച്ച് കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന്റെ ടാക്സ്, നികുതി കൂടുതലാണ്. പക്ഷേ ഒരു കോ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ അതിന്റെ വരുമാനം വാങ്ങുമ്പോൾ അതിൽ വരുന്ന ടാക്സ് മറ്റേ ഇതിനെ അപേക്ഷിച്ച് കുറവുമാണ്. ഈ ജനഗണമനയും കടുവ എന്നൊക്കെ പറയുന്ന മൂവി, ഇത് എന്നിറങ്ങിയ മൂവിയാണ്. ഇത് ഇപ്പോഴാണോ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരേണ്ടത്? ഇത് മനഃപൂർവ്വം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നൊരു കാര്യമല്ലേ? എന്തുകൊണ്ട് ഇവർ അന്നേ ഇതൊന്നും ചോദിച്ചില്ല? അതിനുള്ളൊരു മറുപടി അവരെ തരുന്നതെന്ന് പറഞ്ഞാൽ അന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. ശരിക്കും ഇത് മനഃപൂർവ്വം കുത്തിപ്പൊക്കി ഇഷ്യൂസ് ഉണ്ടാക്കി എത്രത്തോളം പൈസ ഇവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം തട്ടിയെടുക്കാനുള്ള ഒരു പരിപാടിയാണിത്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഗോകുലം ഗോപാലിന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എമ്പുരാന്റെ ഒരു സീൻ അല്ലെന്നാണ് പറയുന്നത്. മുന്നേ എന്തോ കേസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു വ്യക്തതയില്ല. ശരിക്കും ഇത് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണിത്. കാര്യം നാളെ ഒരു മനുഷ്യർക്ക് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു അന്തരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 40 കോടിയോളം രൂപയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വിശദീകരണം നൽകേണ്ടത്. ഇത് IT വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നതാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. മുൻപ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിനുശേഷം കുറച്ചു കാലമായി 3 സിനിമകളും പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഈ പൊടുന്നനെ ഈ ആദായ നികുതി വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം എന്താണ്? ഇത് ആദ്യമായിട്ടാണോ അതോ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം തേടിയിരുന്നോ നടനിൽ നിന്ന്? ശരിക്കും ഈ 3 പടം ഈ 2024, 2025 ഈ ഒരു വർഷത്തിന്റെ ടാക്സിൽ പെടുന്ന ഒരു സാധനമാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിന് ഇത് മനഃപൂർവ്വം ഈ ഒരു സമയത്ത് തന്നെ വന്നിരുന്ന് ചോദിക്കണം? കാര്യം ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവിയായിട്ട് പോലും കാണാനുള്ള ബോധം പല ആൾക്കാർക്കും ഇല്ല. കാര്യം കുറെ ആൾക്കാർ ഈ എമ്പുരാന്റെ വിഷയത്തിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, മതത്തെ വിറ്റിട്ട് ഇതുപോലെ മാർക്കറ്റ് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടം ഇത്രയും മാർക്കറ്റ് ചെയ്തേയും ഇത്രയും പ്രൊമോഷനും കൊടുത്തത് ആരാണ്? BJP ആണ്. ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ചാനൽ ചർച്ചയിലൊക്കെ വളരെ ഭയങ്കര രീതിയിൽ ഒരു കോൺട്രവേഴ്സി ഇഷ്യൂ ആക്കിയെടുത്തത് ഈ ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് ഈ പടത്തിന് ഇത്രയും ബൂസ്റ്റ് കിട്ടിയത്. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന പടങ്ങളുടെ നേടിയ റെക്കോർഡ് ഈ ഒരു പടം വെറും 10 ദിവസം കൊണ്ടാണ് ആ റെക്കോർഡുകളെല്ലാം മറികടന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ പറയുന്ന രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും ഈ പടം കാണാനുള്ള ടെൻഡൻസി കൂടത്തേ ഉള്ളൂ. എങ്കിൽ ആ ഒരു പടം കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിൽ എല്ലാവരും പോയി ടിക്കറ്റ് എടുക്കും. അതുകൊണ്ട് നൈസായിട്ട് എല്ലാം വരുന്ന കരഞ്ഞു അത്രേ പറ്റത്തുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ചില വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് IT വകുപ്പ് വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ മുൻപിറങ്ങിയ ചിത്രമാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു അസസ്മെന്റ് ഇയർ കടന്നു വരികയാണ്, അത് അവസാനിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ ഇമെയിൽ മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നതാണ് IT വിഭാഗം പറയുന്നത്. അവർ പങ്കുവയ്ക്കുന്നത് സ്വാഭാവിക നടപടിയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ഗോകുലം ഗോപാലിന്റെ കേസിലാണെങ്കിലും അത് മുൻപുള്ള ഒരു ഫെമ കേസാണ്. ആ ഫെമ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അവരും വ്യക്തമാക്കുന്നത് സ്വാഭാവിക നടപടി, ഞങ്ങളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടി എന്നാണ്. പക്ഷേ നമുക്കറിയാം ഈ എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ തന്നെ അലയൊലി ആയി നിന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗോകുലം ഗോപാൽ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു പറഞ്ഞു സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഈ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിന്റെ അസസ്മെന്റിൽ വരേണ്ട 3 സിനിമകളല്ലല്ലോ ഇത്. 2024-2025 വരുന്ന സാമ്പത്തിക വർഷത്തിൽ വരേണ്ട ഒരു മൂവി അല്ലത്. മനസ്സിലായില്ലേ? അവിടെയാണ് നമ്മുടെയൊക്കെ ചോദ്യം. അവിടെയാണ് ഇവരുടെയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട. അതായത് മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. ഇപ്പം ഇവർ നോക്കിയപ്പോഴത്തേക്ക് എമ്പുരാൻ അത്യാവശ്യം നല്ല ഹിറ്റ് അടിച്ച്. അപ്പോൾ എന്തായാലും കുറച്ച് നികുതിയും കാര്യങ്ങളും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ലല്ലോ. കാര്യം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം കോടതി പോലും പറഞ്ഞ എന്താണ്, ഈ ഒരു മൂവിയുടെ പ്രദർശനം നിർത്തണമെന്നും പറഞ്ഞായിരുന്നു ഈ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോടതി പറഞ്ഞത് ഈ മൂവി ഓൾറെഡി സെൻസർ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു മൂവിയുടെ പ്രദർശനം നിർത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മൂവിയുടെ കാര്യത്തിൽ ഒരു പണി കൊടുക്കാൻ നോക്കി, അത് നടന്നില്ല. ഇനിയിപ്പോൾ അവസാനം ഉള്ള ഒരു പണിയാണ് ED എന്നും പറഞ്ഞ ഒരു റെയ്ഡ്. സകലമാന പേരുടെയും സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സകലമാന പേർക്കും നോട്ടീസ് അയക്കുക. ഇങ്ങനെയൊക്കെ ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുരു പൊട്ടിയിരിക്കുകയാണ് ഈ ഒരു പടത്തിന്റെ വിജയം കണ്ടിട്ട്. നിങ്ങൾ തന്നെ ആലോചിക്കും മണ്ടന്മാരെ, നിങ്ങളാണ് ഈ പടത്തിന് ഇത്രയും പ്രൊമോഷൻ കൊടുത്തത്. എന്തായാലും തീർന്നിട്ടില്ല. നമുക്ക് ഗോകുലം ഗോപാലിന്റെ ഇന്നത്തെ ന്യൂസ് ഉണ്ട്. 1.5 കോടി രൂപ അടുപ്പിച്ചെങ്ങാണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കാണാം. ഗോകുലം ഗ്രൂപ്പിന്റെ ചെന്നൈ ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപ ED പിടികൂടി. ഇന്നലെ നടന്ന റെയ്ഡിലാണ് പണം പിടികൂടിയത്. പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ED ആവശ്യപ്പെട്ടു. ഫെമ ചട്ടലംഘനം നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ED വിലയിരുത്തൽ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഈ ഗോകുലം ഗോപാൽ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ ആയിരുന്നു ഈ ഒരു പടത്തിലൂടെ കിട്ടിയത്, അല്ലേ? എന്തായാലും ഈ പുള്ളിയെ പോലും ഇവരാരും വെറുതെ വിടുന്ന ഒരു ലക്ഷണങ്ങളില്ല. പക്ഷേ ഇതൊരു എമ്പുരാന്റെ പ്രശ്നത്തിലല്ല ഈ ഒരു സംഭവം നടന്നതെന്നാണ് പറയുന്നത്. മുന്നേ എന്തോ ഒരു കേസോ വിഷയങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പുള്ളി ഒരു ബിസിനസ്മാൻ ആണ്. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം വലിയൊരു സംഭവമായിട്ട് നമ്മൾ കരുതേണ്ട കാര്യമില്ല, അല്ലേ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഓൾറെഡി ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് പല സാഹചര്യത്തിൽ നിന്നും. അഹമ്മദ് മുസ്തബ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. മുസ്തബ, 1.5 കോടി പിടികൂടിയിരിക്കുന്നു. അറസ്റ്റിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴുണ്ടാകില്ല. ഈ പണത്തിന്റെ സ്രോതസ് കാണിക്കുക, അല്ലേ? സ്നേഹം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫെമ ചട്ടലംഘനം ഉണ്ടെന്നാണ് ED പറയുന്നത്. അതനുസരിച്ചാണ് ഈ ചെന്നൈ യൂണിറ്റിന്റെയും കൊച്ചി യൂണിറ്റിന്റെയും സംയുക്ത പരിശോധന നടത്തിയത്. ആദ്യം കോഴിക്കോടും സമാന്തരമായി ചെന്നൈയിലെ ഓഫീസിലുമായിരുന്നു പരിശോധന.
ചെന്നൈ കോടമ്പാക്കത്ത് നടന്ന പരിശോധന നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ രാത്രി ഏറെ വൈകിയാണ് അവസാനിച്ചത്. അപ്പം ഇതായിരുന്നു സംഭവം. എന്തായാലും ഈ പറയുന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ എന്തെങ്കിലും ഗോകുലം ഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യുക എന്നാണ് ഞാൻ പറയണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലുള്ള നിയമവും കാര്യങ്ങളും എല്ലാം നമ്മളത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്നവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവർ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മൂവി എടുത്തതിന്റെ പേരിൽ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം ഗോകുലം ഗോപാലിന് വന്നപ്പോഴത്തേക്ക് ആർക്കും ഡൗട്ട് അടിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം പൃഥ്വിരാജിന് ഇത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഡൗട്ട് അടിക്കും. ഇനി ഇതിന്റെ ബാക്ക് ടു ബാക്ക് ആർക്കൊക്കെ വരുന്നെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.